ഞാൻ ജാസ്മിൻ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂർഗിലാണ്. കൂർഗിലെ മൂന്നാമത്തെ വീഡിയോ ആണിത്. നമ്മളിന്ന് രാവിലെ വന്നിട്ട് ഗോൾഡൻ ടെമ്പിളിലും നിസർഗധാമയിലും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് കാണാത്തവർ കണ്ടു നോക്കണം കേട്ടോ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് രാജ ടോംബിലാണ്, അതായത് കൂർഗിലെ രാജാവിനെ അടക്കിയ ശവകുടീരത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു വലിയ ഗാർഡനും ഒക്കെ ആയിട്ട് ഒരു ഹിൽ ടോപ്പിലാണ് ഈ ടോംബ് ഉള്ളത്. അപ്പോൾ ടോംബ് കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ടോംബിൻ്റെ അകത്തേക്ക് നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് പുറത്തെ കാഴ്ചകളും പിന്നെ ഈ രാജ ടോംബിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മളിപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറിയിരിക്കുകയാണ്. ടിക്കറ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരാൾക്ക് 10 രൂപയാണ്. ഇതിൻ്റെ ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8:30 മുതൽ വൈകുന്നേരം 6 മണി വരെയാണ്. മടിക്കേരി ടൗണിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രാജാസ് ടോംബിലെത്താം. ഇവിടെ നമുക്ക് പ്രധാനമായിട്ട് കാണാനുള്ളത് 3 ശവകുടീരങ്ങളാണ്. അത് ഇവിടുത്തെ തന്നെ രാജാക്കന്മാരുടെയും അവരുടെ രാജവംശത്തിൻ്റെയൊക്കെ ശവകുടീരമാണ്. ഇത് ഒരു വലിയ പൂന്തോട്ടത്തിലാണ് നിൽക്കുന്നത്. വലിയ ഈ 3 ടോംബിന് ചുറ്റിലുമായിട്ടും വലിയൊരു പൂന്തോട്ടവും ഉണ്ട്. ഈ 3 ടോംബുകളും പണി കഴിപ്പിച്ചിരിക്കുന്നത് ഇൻഡോ സാർസനിക് വാസ്തുവിദ്യയിലാണ്. നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം. ഇതിൻ്റെ നടുക്കായിട്ട് ഈ മിനാരങ്ങൾ കാണാം. പിന്നെ 4 വശത്ത് തൂണിലായിട്ട് നന്ദി വിഗ്രഹവും കാണാം. കൂടാതെ ഒരുപാട് കൊത്തുപണികൾ നമുക്ക് ഈ ടോംബിൽ കാണാൻ പറ്റും. ഈ പൂന്തോട്ടത്തിന് നടുവിലായിട്ട് കാണുന്ന വലിയ ശവകുടീരം കുടകിലെ രാജാവ് ദൊഡ്ഡവീരരാജേന്ദ്രയുടെയും അദ്ദേഹത്തിൻ്റെ പത്നി മഹാദേവിയമ്മയുടെയുമാണ്. അതിൻ്റെ അകത്തേക്കാണ് നമുക്ക് പ്രവേശനം ഉള്ളത്. പക്ഷേ അകത്ത് നമുക്ക് ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ല. നമുക്ക് ജസ്റ്റ് കയറി കാണാം. പിന്നെ ഉള്ളത് 2 ടോംബും കൂടെയാണ്. അതിൻ്റെ അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. നമുക്ക് പുറത്ത് നിന്ന് കാണാവുന്നതേ ഉള്ളൂ. ഈ വലിയ ടോംബിൻ്റെ വലതുവശത്തായിട്ട് കാണുന്ന ടോംബ് ചിക്കവീരരാജേന്ദ്ര അദ്ദേഹത്തിൻ്റെ പിതാവ് ലിംഗരാജേന്ദ്രയ്ക്ക് വേണ്ടി AD 1820 പണി കഴിപ്പിച്ചതാണ്. പിന്നെ ഇടതുവശത്തും ഒരു ടോംബുണ്ട്. അത് വീരരാജേന്ദ്രയുടെ ഗുരു രുദ്രപ്പയുടെ ശവകുടീരമാണ്. അത് AD 1834 പണി കഴിപ്പിച്ചത്. അപ്പോൾ ഈ 2ലേക്ക് നമുക്ക് പ്രവേശനം ഇല്ല. പിന്നെ ഇവിടെ കാണാനുള്ളത് നമ്മൾ സ്റ്റെപ്പ് കയറി ചെല്ലുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ആണ്. നല്ല അടിപൊളി വ്യൂ ആണ്. അവിടെ നിന്നാൽ നമുക്ക് ആ വ്യൂ പോയിന്റിലെ കാഴ്ചകളും കാണാം. ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഈ ടോംബിൻ്റെ ഒരു അടിപൊളി കാഴ്ചയും കാണാം. അപ്പോൾ നമുക്ക് വ്യൂ പോയിന്റിലേക്ക് പോവാം. ഇപ്പം നമ്മൾ ആ വ്യൂ പോയിന്റിലാണ് നിൽക്കുന്നത്. ഇവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മടിക്കേരി ടൗണിൻ്റെ ഒരു അടിപൊളി വ്യൂ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ഈ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഊട്ടി ടൗണൊക്കെ കാണില്ലേ, അതേപോലെ തന്നെ അടിപൊളി വ്യൂ കാണാൻ പറ്റും. നല്ല തണുപ്പാണ്, രാവിലെ തൊട്ട് ജലദോഷമാണ്, അതുകൊണ്ടാണ് സൗണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വ്യൂ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഈ രാജ ടോംബിൻ്റെയും അടിപൊളി ഒരു വ്യൂ കാണാം. നല്ലൊരു പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൊരു വ്യൂ കാണാം. അപ്പോൾ അകത്തേക്ക് നമുക്ക് വീഡിയോഗ്രാഫി അലൗഡ് അല്ലാത്തതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. പുറത്തെ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകുന്നത്.
ആക്ച്വലി ഈ ടോംബിൽ വന്നിട്ട് എന്നെ അട്രാക്ട് ചെയ്തത് ടോംബോ അല്ലെങ്കിൽ വ്യൂ പോയിന്റോ ഒന്നുമല്ല, നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന യെല്ലോ ഫ്ലവേഴ്സാണ്. ഇതൊരു കുന്നിലാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞില്ലേ, ആ കുന്നിങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലം മൊത്തം ഇങ്ങനെ മഞ്ഞ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുകയാണ്. ആ ഊട്ടി പൂക്കളെയൊക്കെ കാണുന്ന പോലെ തന്നെ ഇവിടുന്ന് അങ്ങ് വരെ ഉണ്ട്. അടിപൊളിയാണ് കാണാനായിട്ട്. ഒരുപാട് ആൾക്കാർ വന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നല്ലൊരു സൂപ്പർ ലൊക്കേഷനാണ്. ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും രാജ ടോംബിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യണം. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അപ്പോൾ നമുക്കിനി അടുത്ത കൂർഗിലെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.